ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2025 ഓഗസ്റ്റ് 18 മുതൽ 25 വരെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകപ്രശസ്ത ഭാഗവതാചാര്യൻ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി ആചാര്യസ്ഥാനം അലങ്കരിക്കും. ഓഗസ്റ്റ് 18 രാവിലെ കലവറ നിറയ്ക്കൽ, ഉച്ചയ്ക്ക് 3 മണി മുതൽ നാരായണീയ പാരായണം, 5 യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം യജ്ഞവേദിയിലേക്ക് ആനയിക്കുന്നു. ഓഗസ്റ്റ് 19 ഭാഗവത പാരായണവും പ്രഭാഷണവും തുടങ്ങി ഓഗസ്റ്റ് 25 സപ്താഹ യജ്ഞം അവസാനിക്കുന്നത്. സ്വാമിയെ ശരണയ്യപ്പ. കലിയുഗവരദനായ പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ വർഷങ്ങളായി മുടക്കകൂടാതെ നടത്തിവരാറുള്ള ഭാഗവത സപ്താഹ യജ്ഞം ഈ വർഷം ആഗസ്റ്റ് 18 തുടങ്ങി 25 വരെ അവസാനിക്കുകയാണ്. ലോകപ്രശസ്ത ഭാഗവതാചാര്യൻ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി ആചാര്യസ്ഥാനം അലങ്കരിക്കുന്നു എന്നത് ഈ കൊല്ലത്തെ സപ്താഹ യജ്ഞത്തിന് മാറ്റുകൂട്ടുന്നു. അദ്ദേഹം നമുക്ക് അന്യനല്ല. ശ്രീമദ് ഭാഗവതം, രാമായണം, ഭഗവത്ഗീത എന്നിവയുടെ സാരോപദേശങ്ങൾ ടിവിയിലൂടെയും ഫോണിലൂടെയും നമുക്ക് പകർന്നു നൽകുന്നത് വഴി മനുഷ്യരാശിയുടെ നല്ലൊരു ഭാവിക്കായി വഴികാട്ടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് മാസം 18 ഉച്ചയ്ക്ക് 3 മണി മുതൽ 151 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാരായണീയ പാരായണം, തുടർന്ന് ആചാര്യാവരണം. യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ഈ ശ്രീകൃഷ്ണ വിഗ്രഹം വാദ്യമേളങ്ങളോടെ യജ്ഞവേദിയിൽ സ്വീകരിച്ച് ആനയിക്കുന്നു. തുടർന്ന് വിഗ്രഹ പ്രതിഷ്ഠ, യജ്ഞവേദിയിൽ ഭദ്രദൈവം തെളിയിക്കൽ, തുടർന്ന് ചൈതന്യജിയുടെ സപ്താഹ മഹാത്മ പ്രഭാഷണം. ഭാഗവത സപ്താഹ യജ്ഞക്രമങ്ങൾ: രാവിലെ 6 മണി മുതൽ 7 മണി വരെ വിഷ്ണു സഹസ്രനാമജപവും ഭാഗവത പാരായണം, പ്രഭാഷണം മുതലായവ നിത്യേന ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ ഗുരുവന്ദനം, മാതൃവന്ദനം, കൂടാതെ രുക്മിണി സ്വയംവരം, നരസിംഹാവതാരം ഇത് അവതരിപ്പിക്കുന്നത് കൊല്ലം കലാവേദി കഥകളി സംഘമാണ് അവതരിപ്പിക്കുന്നത്. കൃഷ്ണാവതാരം ദൃശ്യാവിഷ്കരണം അവതരിപ്പിക്കുന്നത് കീഴിലം ദിവാകരൻ ടീമുമാണ്. ഹംസവധം ദൃശ്യാവിഷ്കരണം കൊല്ലം കലാവേദി കഥകളി സംഘം അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ കുചേല പുനഃസംഗമം ദൃശ്യാവിഷ്കരണം കീഴിലം ദിവാകരനും കലാമണ്ഡലം വിനയും സംഘം അവതരിപ്പിക്കുന്നു. 7ാം ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ യജ്ഞസമർപ്പണവും ആചാര്യ ദക്ഷിണയും യജ്ഞപ്രസാദ വിതരണവുമാണ്. എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകുന്നേരം ചായ എന്നിവ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതാകുന്നു. ഈ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുവാനായി മറ്റു ജില്ലകളിൽ നിന്നും ഇപ്പോൾ തന്നെ സ്ഥലങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാനായി നമുക്ക് കിട്ടിയ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും ഇന്ന് സഹകരിക്കണമെന്നും അയ്യപ്പസ്വാമിയുടെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രസിഡന്റ് NB ബാബു, സെക്രട്ടറി B വിജയകുമാർ, കമ്മിറ്റി അംഗം B വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.